പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AKSTU സഹപാഠി അറിവുത്സവം ക്വിസിൻ്റെ ആഗസ്റ്റ് 30 ഇന്ന് നടന്ന LP സ്കൂൾ തലം ചോദ്യങ്ങളാണ്. മക്കളെ, നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ലോകത്തെ ആകെ ഞെട്ടിച്ച, നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തിയ വയനാട് ദുരന്തത്തിൽ നിരവധി പേരാണ് മരണമടഞ്ഞത്. ചിലരുടെ മൃതദേഹങ്ങൾ ഒരു പുഴയിൽ നിന്നാണ് ലഭിച്ചത്. ഏത് പുഴയിലൂടെയാണ് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത്? ചാലിയാർ. 2024 ഒളിമ്പിക്സ് മത്സരം ഫ്രാൻസിലെ പാരീസിൽ അവസാനിച്ചുവല്ലോ. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന സ്ഥലം ഏത്? ലോസ് ആഞ്ചൽസ്, അമേരിക്ക. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. ഈ നേട്ടം കൈവരിച്ച സാഹിത്യകാരൻ ആര്? ശ്രീകുമാരൻ തമ്പി. ചീവീടുകൾ ഇല്ലാത്ത ഒരു വനപ്രദേശം കേരളത്തിലുണ്ട്. നിശബ്ദവനം എന്നറിയപ്പെടുന്ന ഈ വനപ്രദേശത്തിൻ്റെ പേരെന്ത്? സൈലന്റ് വാലി. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദേശീയ പതാകയുടെ നടുക്കുള്ള അശോക ചക്രത്തിൻ്റെ നിറമെന്ത്? നേവി ബ്ലൂ. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് അന്താരാഷ്ട്ര തുറമുഖമായി മാറാൻ പോകുന്ന കേരളത്തിലെ തുറമുഖം ഏത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ഒരേ വ്യക്തി തന്നെയാണ്. ആരാണത്? വി ശിവൻകുട്ടി. 2024 ജനുവരിയിൽ നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് സ്വർണം ലഭിച്ചു. ഈ കലോത്സവത്തിന് വേദിയായ ജില്ല ഏത്? കൊല്ലം. 9ാമത്തെ ചോദ്യം: ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയിൽ നിന്ന് 2 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം എത്ര? ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99, അതിൽ നിന്ന് 2 കുറച്ചാൽ 97. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലമാണ്. എന്നാൽ കരയിലെ ഏറ്റവും വലിയ ജീവി ഏത്? ആന. ദിസ് ഈസ് മൈ ന്യൂ ബാഗ്. ഗിവ് ദ ഓപ്പോസിറ്റ്സ് ഓഫ് ന്യൂ. ന്യൂൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓൾഡ്. ഏത് ദിനപത്രത്തിലെ കുട്ടികൾക്കായുള്ള പേജിൻ്റെ പേരാണ് സഹപാഠി? ജനയുഗം. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവി കേരളത്തിലെ കോഴിക്കോടിന് ലഭിക്കുകയുണ്ടായി. ആദ്യ മലയാള നോവലായി പരിഗണിക്കുന്ന കുന്തലതയുടെ കർത്താവും കോഴിക്കോട് സ്വദേശിയാണ്. ആരാണ് അദ്ദേഹം? അപ്പു നെടുങ്ങാടി. ജീവികളെ അവയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് കൂട്ടങ്ങളാക്കുകയാണ് യാമി. എന്നാൽ ഒരെണ്ണം യാമിക്ക് തെറ്റിപ്പോയി. ഏതെന്ന് കണ്ടെത്തൂ? പരുന്ത്, പുലി, സിംഹം, തുമ്പി, പൂമ്പാറ്റ. ആൻസർ പൂമ്പാറ്റ. തുമ്പി ഉൾപ്പെടെ മറ്റെല്ലാ ജീവികളും മാംസഭുക്കുകളാണ്. കുറ്റിപ്പെൻസിൽ, പഴമൊഴിപ്പത്തായം, ഉണ്ടനും ഉണ്ടിയും തുടങ്ങിയ കൃതികൾ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷ്. ഒരു നിശ്ചിത ക്രമത്തിൽ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. അത് സംഖ്യ പാറ്റേൺ ആണ്. 1, 2, 4, 7, 11. ഈ ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏതാണ്? ആൻസർ 16. എണ്ണൽ സംഖ്യകൾ കൂട്ടി എഴുതിയിരിക്കുകയാണ് കേട്ടോ. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി അതേ പേരിൽ ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയിലെ നായക നടന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. ആരാണ് ആ നടൻ? പൃഥ്വിരാജ്. IT പഠനത്തിന് LP തലത്തിൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന പുസ്തകത്തിൻ്റെ പേരെന്ത്? കമ്പ്യൂട്ടർ ബുക്ക് വായിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ പേര് കിട്ടും. എന്താണ്? കളിപ്പെട്ടി. പുല്ലുവർഗത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ സസ്യവും ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യവും ഒന്നാണ്. ഏതാണ് ആ സസ്യം? മുള. പച്ച, കത്തി, താടി, കരി, മിനുക്ക് തുടങ്ങിയ പദങ്ങൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത്? കഥകളി. മക്കളെ, കഥകളിനെ കുറിച്ചിട്ട് നമ്മൾ EVSലൊക്കെ നന്നായിട്ട് പഠിക്കാണ്ട് കേട്ടോ. ഇതൊക്കെ LSSനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. മക്കളെ, നമുക്ക് ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം, അതായത് ഓണം വെക്കേഷൻ തന്നെ നമുക്ക് നമ്മുടെ LSS ക്ലാസ്സുകളൊക്കെ തുടങ്ങണം. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, അതിലെല്ലാവരും ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഒരു GKൻ്റെ ജനറൽ നോളേജിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിലെല്ലാവരും ജോയിൻ ചെയ്തോളൂ. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. LSSന് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, അത് നമുക്ക് വെക്കേഷനിൽ തുടങ്ങുമ്പോൾ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഇത് വാട്സപ്പ് ചാനൽ ഗ്രൂപ്പാണ്. നിങ്ങളുടെ നമ്പറൊന്നും എനിക്ക് പോലും കാണാൻ കഴിയില്ല.
ഇനി ഉണ്ടാക്കുന്നത് കമ്മ്യൂണിറ്റി ലിങ്കാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം, എൻ്റെ നമ്പർ കാണാം. അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. നിങ്ങൾക്ക് LSSൻ്റെ സംശയങ്ങളൊക്കെ ചോദിക്കാനും പരസ്പരം ഷെയർ ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു ഗ്രൂപ്പാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം. എല്ലാ സംശയങ്ങളും നമുക്ക് ഓരോ യൂണിറ്റായിട്ട് അതിൻ്റെ വരുന്ന ചോദ്യങ്ങൾ, 1 വേർഡ് ചോദ്യങ്ങളും 4 മാർക്കിന് വരുന്ന ചോദ്യങ്ങളൊക്കെ അതിൽ നൽകുന്നതാണ്. നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം. നിങ്ങളുടെ സ്കൂളത്തെ കുട്ടികൾക്കും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാം അല്ലേ. ആശയഗംഭീരൻ എന്ന വിശേഷണമുള്ള ആധുനിക കവിയത്രങ്ങളിൽ ഉൾപ്പെടുന്ന കവി ആര്? കുമാരനാശാൻ. ഹാവ് ഡാഷ് ആപ്പിൾ വിത്ത് മീ. റൈറ്റ് എ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ബ്രാക്കറ്റ്. എ ആൻഡ് ദ. ഇതിലേതാണ് വരിക? ആൻ. AIOU എന്ന അക്ഷരങ്ങൾക്ക് മുമ്പിൽ ആൻ എന്നാണ് ചേർക്കുക. ആൻ ഓറഞ്ച്, ആൻ അംബർല. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിനത്തിൻ്റെ ഓർമ്മക്കാണല്ലോ ചാന്ദ്രദിനം ആചരിക്കുന്നത്. എന്നാണത്? ജൂലൈ 21. ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ജില്ല ഏത്? പത്തനംതിട്ട. ഏത് സ്റ്റേഷനാണ്? തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം കേരളത്തിലാണ്. അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം കൂടിയാണ്. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. മക്കളെ സിമ്പിളാണ് അല്ലേ? 20 മാർക്ക് കിട്ടിയില്ലേ? നമ്മുടെ ചാനൽ നൽകിയ എല്ലാ ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്. അത് 2024 വെക്കേഷനിലാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത്. മുതൽ കേരളത്തെക്കുറിച്ചും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളെക്കുറിച്ചും ഓരോ ദിനാചരണങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് സിമ്പിളായിട്ട് 20 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഉറപ്പാണ്. ഇനി മക്കൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.